ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പിസ്സ സോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ പെർഫെക്റ്റായിട്ട് വളരെ ഈസിയായി തന്നെ പിസ്സ സോസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പത്തിലുള്ള 6 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതുപോലെ അതിൻ്റെ അടിഭാഗം 4 ഭാഗമാക്കിയാൽ നമുക്കിത് സ്കിന്ന് റിമൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ 4 ബാർ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ നമുക്ക് എല്ലാ തക്കാളിയും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ കഴിയുന്നതും നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രമിക്കണേ. ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഏകദേശം ഒരു 5-8 മിനിറ്റോളം ഇതിൻ്റെ സ്കിന്ന് ഒന്ന് ഇളകുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമുക്കിത് എൻ്റെ സ്കിന്ന് എളുപ്പത്തിൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ നല്ലോണം ഇളകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഓരോന്നായിട്ട് മാറ്റി വെക്കാം. ഞാൻ അല്പം തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്, സാധാ നോർമൽ വാട്ടർ. അതിലേക്ക് തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്കിത് ചൂടാറി കിട്ടും. ഇത് തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. ഞാനിവിടെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നല്ലതുപോലെ അരിഞ്ഞ് വരണ്ട, കുറച്ചൊക്കെ ഒരു തരിതരിപ്പ് ഉണ്ടാവുന്നത്, ആ ഒരു തരിതരിപ്പ് വരുന്ന രീതിയിൽ അടിച്ചെടുത്താൽ മതി. രണ്ട് ടേബിൾ സ്പൂണ് ഒലീവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒലീവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ നോർമൽ ഓയിലായാലും പ്രശ്നമൊന്നുമില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചെറുതാക്കി അരിഞ്ഞ് ഗാർലിക്കും കൂടി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് അധികം കളർ മാറൊന്നും വേണ്ട. ഒന്ന് വഴഞ്ഞതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള വലിയുള്ളി ഞാൻ ഇതിലേക്കൊന്ന് ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കളറൊന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ നല്ലൊന്ന് വഴഞ്ഞ് വന്നാൽ മതി. ഉള്ളിയും എല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് എത്രയാണോ വേണ്ടത് വെച്ചാൽ അത്ര തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് ഏകദേശം ഒന്ന് വറ്റി വരുന്ന പോലെ ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടേണ്ടത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്, കളറ് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടുണ്ട്.
അതുപോലെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഒറിഗാനോ. ഇനി ഒറിഗാനോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഒറിഗാനോ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണ്. 95 രൂപയായിട്ടാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ അതില്ലയെന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഒരു 3-4 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം നല്ലതുപോലെ തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഓവർ ഡ്രൈ ആവും വേണ്ട. നമുക്ക് പിസ്സയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓവർ ഡ്രൈ ആയാൽ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു കറക്റ്റ് തിക്നെസ്സിൽ നമുക്കിത് എടുക്കാവുന്നതാണ്. ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുറച്ച് പിസ്സകളിലേക്ക് അപ്ലൈ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കേടുവരാതെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്നെ അറിയിക്കാനും മറക്കരുത്. ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇനിയും നല്ല വീഡിയോസുമായി വരാം.